കോഴിക്കോട് കൊടുവള്ളിയിൽ തട്ടിക്കൊണ്ടുപോയ യുവാവിനായുള്ള തെരച്ചിൽ ശക്തമാക്കി പോലീസ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം പരപ്പാറ അങ്ങാടിയിൽ കാർ നിർത്തി കടയിൽ നിന്നും ചായ കുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൊടുവള്ളി സ്വദേശിയായ അനസ് റോഷനെയാണ് ഒരു സംഘം വീട്ടിലെത്തി തട്ടിക്കൊണ്ടുപോയത്. മേഘ കോഴിക്കോടും ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം എന്താണ് സംഭവിച്ചത് എന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. ഇത് എന്താണ് ഈ സംഭവം? ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദീകരിക്കുന്നത് എന്താണ്? ഇപ്പോൾ CCTV ദൃശ്യങ്ങളാണോ പുറത്തു വന്നിരിക്കുന്നത്? മനു, അതായത് ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് കൊടുവള്ളിയിലെ വീട്ടിൽ, അതായത് അനൂസ് റോഷന്റെ വീട്ടിലെത്തി ഒരു സംഘം ആളുകൾ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയത് എന്നതാണ് ഈ ബന്ധുക്കളുടെ പരാതി. അനൂസ് റോഷന്റെ പിതാവ് റഷീദിനെ ആദ്യം കാറിലേക്ക് പിടിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി. പിതാവിനെ രക്ഷിക്കാൻ അനൂസ് റോഷൻ എത്തിയപ്പോൾ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ പുറത്താണ്. ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സഹോദരനായ അനൂസിനെ തട്ടിക്കൊണ്ടുപോയത് എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. 21 വയസ്സാണ് അനൂസ് റോഷന്റെ പ്രായം. ഈ മലപ്പുറം സ്വദേശിയായ ഷബീറിനെതിരെയാണ് ഈ കുടുംബം പരാതി ഉന്നയിക്കുന്നത്. കാരണം ഇയാളുമായാണ് സഹോദരനായ അജ്മലിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നത്. ഏകദേശം 35 ലക്ഷം രൂപയോളം നൽകാനുണ്ട്. അത് നൽകില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ മലപ്പുറം സ്വദേശിയായ ഷബീർ എന്നതാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. പണം നൽകില്ല എന്നതല്ല പറഞ്ഞത്, നൽകാം, പക്ഷെ സാവധാനം വേണം എന്നതാണ് കുടുംബം ആവശ്യപ്പെട്ടത്. എന്നാൽ അത് കേൾക്കാൻ തയ്യാറാകാതെ ഒരു സംഘം വീട്ടിലെത്തി ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി മകനെ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് സംഭവം. ഈ അനൂസിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് കത്തി ഉൾപ്പെടെ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനു മുൻപ്, അതായത് കഴിഞ്ഞ 12-ാം തീയതിയും ഈ സംഘം ഈ കൊടുവള്ളിയിലെ ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ പ്രദേശത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഈ സംഘം ചായ കുടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതേ സംഘം തന്നെയാണ് ഇന്നലെ വീട്ടിലെത്തി അനൂസിനെ തട്ടിക്കൊണ്ടുപോയത് എന്നതാണ് കുടുംബം പരാതിപ്പെടുന്നത്. ഏതായാലും സാമ്പത്തിക ഇടപാടാണ്. പോലീസ് നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.